ഇനി മാത്രവുമല്ല, അഹ്ലുസുന്നത്തിന്റെ അഭിപ്രായമാണ് എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, അതിന് നിങ്ങൾ തെളിവുകൾ ഉദ്ധരിക്കണമല്ലോ. അഹ്ലുസുന്നത്തിന്റെ അഭിപ്രായമാണെന്ന് പറയുമ്പോൾ ഞാനിവിടെ രേഖ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് രേഖയാണ് വെച്ചത്? ഒരു രേഖയും വെച്ചില്ല. ഞാൻ ചോദിക്കട്ടെ ആ മുസ്ലിയാരോട്, സലഫിന്റെ ഈ വിഷയത്തിലുള്ള ഒരു രേഖ ഹാജരാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കും ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും. ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളും മുഅ്മിനീങ്ങളാണ്, സ്വർഗാവകാശികളാണെന്ന് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കൊണ്ടല്ല, ഞങ്ങൾ ധാരാളം ആയത്തുകൾ കൊണ്ട്, ഹദീസുകളെ കൊണ്ട്, ഇജ്മാ കൊണ്ട്, അയിമ്മത്തുകളുടെ വാക്കുകളെ കൊണ്ട്, മഹത്തുക്കളുടെ വചനങ്ങളെ കൊണ്ട് ഞങ്ങൾ സാധിപ്പിച്ചു തരും. ഞങ്ങൾ ഇവിടെ തെളിയിക്കുക തന്നെ ചെയ്യും. ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണ്, അവർ സത്യവിശ്വാസികളാണ്, അവർ സ്വർഗത്തിന്റെ അഹലുകാരാണ് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതിനറിയിക്കുന്ന ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹദീസുകളിലുമുണ്ട്. ആദ്യം പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ ഇവിടെ അവതരിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബഖറ 127 ആയത്ത് മുതൽ അവിടെ നിന്ന് പറയുന്നു, وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബാലയത്തിനാലുള്ള ആ അടിത്തറകൾ കെട്ടുയർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം നബിയെ തങ്ങൾ ഓർക്കണം. അവിടെ നിന്ന് പ്രാർത്ഥിച്ച സംഭവമുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ, നമ്മുടെ റബ്ബേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം. ഇന്നക അന്ത സമീഉൽ അലീം, നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. പിന്നെയോ തീർന്നിട്ടില്ല, ശേഷം അതാ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക, റബ്ബനാ നമ്മുടെ റബ്ബേ, വജഅൽനാ ഞങ്ങളെ നീ ആക്കണം, മുസ്ലിമീന ലക നിന്നെ വഴിപ്പെടുന്നവരാക്കണം, നിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാക്കണം. തീർന്നിട്ടില്ല, വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, നമ്മുടെ സന്താന പരമ്പരയിൽ നിന്ന് തന്നെ നിന്നെ വഴിപ്പെടുന്ന ഒരു സമുദായമാക്കി, നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു സമുദായമാക്കി നീ മാറ്റണം. വഅരിനാ മനാസികനാ, നമ്മുടെ കർമ്മങ്ങൾ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം, നമ്മുടെ മേൽ നീ തൗബ സ്വീകരിക്കണം, നിശ്ചയം നീ നല്ലോണം തൗബ സ്വീകരിക്കുന്നവനാണ്, നീ കാരുണ്യം ചെയ്യുന്നവനാണ്. പിന്നെയോ റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, നമ്മുടെ റബ്ബേ ആ ഉമ്മത്തിൽ നിന്ന് തന്നെ, ആ സന്താന പരമ്പരകളാകുന്ന സമുദായത്തിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ അവരിൽ നിന്ന് നിയോഗിക്കണം. യത്ലു അലൈഹിം ആയാതിക, നിന്റെ പരിശുദ്ധ വചനങ്ങൾ ഓതിത്തരുന്ന, വയുഅല്ലിമുഹുൽ കിതാബ, അവർക്ക് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുന്ന, വൽ ഹിക്മത, വിജ്ഞാനങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്ന, വയുസക്കിഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു റസൂലിനെ അവരിൽ കൂട്ടത്തിൽ നിന്ന് തന്നെ പറഞ്ഞേക്കണം. ഈ കൂട്ടത്തിൽ നിന്ന് നിന്നെ വഴിപ്പെടുന്ന സമുദായത്തിൽ നിന്ന്. അപ്പൊ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരമ്പര അല്ലാഹുവിനെ വഴിപ്പെട്ട് മുഅ്മിനീങ്ങളായി ജീവിച്ചവരായ പരമ്പരയാണ്. അവിടുത്തെ മാതാപിതാക്കൾ അവർ ഉമ്മത്തും മുസ്ലിമത്തിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലാഹു തആല കബൂൽ ചെയ്തിട്ടുണ്ട്. ഒരു തെളിവാണിത്. ഇങ്ങനെ ധാരാളം തെളിവുകളുണ്ട്. ഒന്നാമത്തെ തെളിവ് ഇതാണ്, പരിശുദ്ധ ഖുർആനിൽ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
മാതാപിതാക്കൾ സ്വർഗത്തിലാണ്, അവർ മുഅ്മിനീങ്ങളാണെന്ന് അറിയിക്കുന്ന ഒരു തെളിവ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 127-ാമത്തെ വചനം, 127, 28, 29, 30 ഈ 4 ആയത്തുകൾ നോക്കിയാൽ അവിടെ നിന്ന് മനസ്സിലാക്കാം. ഇനിയോ അടുത്തത് പറയട്ടെ, അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ അമിഹിം ഹദാ. നിശ്ചയം മുശ്രിക്കീങ്ങൾ, ഓ സത്യവിശ്വാസികളെ, നിശ്ചയം മുശ്രിക്കീങ്ങൾ നജസാണ്. മുശ്രിക്കീങ്ങൾ നജസാണ്. അവർ ഈ വർഷത്തിലെ മസ്ജിദുൽ ഹറാമിൽ അടുക്കരുത്. അപ്പൊ നജസാണെന്ന് പറയുമ്പോ ഒരു മോശപ്പെട്ട പരമ്പര, അവരെ പറ്റി ത്വാഹിർ, ത്വയ്യിബ്, മുഖ്താർ എന്നുള്ള ശുദ്ധിയുള്ള പരമ്പര എന്ന് പറയപ്പെടൂല. ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പരമ്പരയെപ്പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് നല്ല പരിശുദ്ധമായ ഗർഭാശയം, മുതുകുകൾ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പറയുന്നുണ്ട്, ഹദീസിലേക്ക് കടക്കാനുണ്ട്. അപ്പോ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു സംഭവം അവിടുത്തെ പരമ്പരയിൽ കടന്നുകൂടിയിട്ടില്ല. വ്യഭിചാരം എന്ന് മാത്രമല്ല, ഒരു ജാഹിലിയാക്കളുടെ ഒരു കുതന്ത്രങ്ങളും ഒരു വിഷയങ്ങളും കടന്നിട്ടില്ല എന്നാണ് സുനനുൽ കുബ്ര ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അവിടെ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് 7-ാം വാള്യം 190-ാം പേജിൽ. എന്താണ്? മാ വലദിനി മിൻ സിഫാഹിൽ ജാഹിലിയത്തി ശൈഉൻ, ജാഹിലിയ കാലഘട്ടത്തിലുള്ള വ്യഭിചാരത്തിൽ നിന്ന് ഒന്നും എനിക്കതാ ജന്മം നൽകിയിട്ടില്ല. മാവലദിനി ഇല്ലാ നിക്കാഹുൽ ഇസ്ലാം, ഇസ്ലാമിലൂടെയുള്ള നിക്കാഹിലൂടെ അല്ലാതെ എനിക്ക് ജന്മം നൽകിയിട്ടില്ല, പ്രസവിച്ചിട്ടില്ല. അപ്പൊ ഇസ്ലാമിലൂടെയുള്ള നിക്കാഹ്, ഇസ്ലാമിന്റെ യഥാർത്ഥ ആ ഒരു ഹലാലായ നിക്കാഹിലൂടെയാണ് ഞാൻ കടന്നു വന്നത്, എന്നെ പ്രസവിച്ചത്, എനിക്ക് ജന്മം കിട്ടിയത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ അവരെന്താണ്? മുഅ്മിനീങ്ങളാണ്. അല്ലാമ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിനഹുൽ മക്കിയ 100-ാം പേജിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശറഹു സിർഖാനി 1-ാം വാള്യം 307, അതുപോലെ തന്നെ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ അസ്റാർ തൻസീൽ, അതുപോലെ തന്നെ മസാലിക്കുൽ ഹുനഫ ഫി വാലിദയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം, ഇവകളിലൊക്കെ കാണാം എന്താണ്? അന്ന ആബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറൽ അംബിയാഇ വഉമ്മഹാതിഹി ഇലാ ആദമ വഹവ്വ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്പിയാക്കളല്ലാത്ത പിതാക്കന്മാരും മാതാക്കന്മാരും ഉണ്ടാവല്ലോ. ആ പിതാക്കന്മാർ, അമ്പിയാക്കളല്ലാത്ത പിതാക്കന്മാരും അതുപോലെ തന്നെ അവിടുത്തെ മാതാക്കളും ഉമ്മമാരും അവരുടെ കൂട്ടത്തിൽ ആദം നബി വരെ ഹവ്വാ ബീവി വരെ ലൈസ ഫീഹിം കാഫിറുൻ, അവരുടെ കൂട്ടത്തിൽ ഒരു കാഫിറും ഇല്ല. എന്നൽ കാഫിറ, കാരണം എന്താണെന്ന് വെച്ചാൽ കാഫിർ ലാ യുഖാലു ഫീ ഹഖ്ഖിഹി ഇന്നഹു മുഖ്താർ വലാ കരീം വലാ ത്വാഹിർ ബൽ നജസ്. കാഫിരീങ്ങളെ പറ്റി മുഖ്താർ, കരീം, ത്വാഹിർ, മാന്യരാണ് എന്ന് പറയപ്പെടൂല. അവരെ പറ്റി നജസ് എന്നാണ് പറയപ്പെടാ. പരിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, ഇന്നമൽ മുശ്രികൂന നജസ്, ഇപ്പൊ ഓതി വെച്ച ആയത്ത്, അവരെ നജസ് എന്നാണ് പറയാ. പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. എന്നിട്ടോ അതേ കിതാബിൽ തന്നെ മിനഹുൽ മക്കിയിൽ തന്നെ പറയുന്നു, നേരത്തെ കഴിഞ്ഞു പോയത് ഹദീസുകൾ ഞാൻ വ്യക്തമാക്കി. ഇബ്നു ഹജർ തങ്ങൾ അവിടെ ഹദീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിശ്ചയം അവർ മുഖ്താരികളാണ്. അവർ അള്ളാഹു പ്രത്യേകമായി വിശിഷ്ടരായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. നിശ്ചയം തങ്ങളുടെ പിതാക്കന്മാർ അവർ മാന്യന്മാരാണ്, ഉമ്മമാർ ശുദ്ധിയുള്ളവരാണ്. ശുദ്ധിയുള്ള പരമ്പര താഹിറാത്ത് എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഇനി അടുത്തൊരായത്ത് 3-ാമത്തെ തെളിവ് കുറിച്ചോ പരിശുദ്ധ ഖുർആൻ, വതവക്കൽ അലൽ അസീസിർ റഹീം الذي يراك حين تقوم وتقلبك في الساجدين. സൂറത്ത് ശൂറ 217, 18, 19 ഈ 3 ആയത്തുകൾ
വതവക്കൽ അലൽ അസീസ് റഹീം, അസീസും റഹീമുമായ അല്ലാഹുവിന്റെ മേൽ നബിയെ തങ്ങൾ ബലമേൽപ്പിക്കണം. അല്ലദീ, എങ്ങനെയുള്ള അസീസും റഹീമുമായ അല്ലാഹുവാണ്. യറാക, തങ്ങളെ അവൻ കാണുന്നു. ഹീന തഖൂം, തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത്, നിസ്കരിക്കാതിരിക്കുന്ന സമയത്ത്. വതകല്ലുബക ഫിസ്സാജിദീൻ, അവിടെയാണ് നമ്മുടെ പോയിന്റ്. തങ്ങളെ സുജൂദ് ചെയ്യുന്ന, അല്ലാഹുവിന് വഴിപ്പെടുന്ന സാജിദീങ്ങളിൽ തങ്ങൾ ഇങ്ങനെ മാറി മറിയന്നെ അല്ലാഹു കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നൂറ് വന്നത് ആദം നബി അലൈഹി സ്വലാം മുതൽ ഇങ്ങനെ വന്ന നൂറാണല്ലോ. അപ്പൊ തങ്ങളുടെ നൂറ് ഇങ്ങനെ ഓരോ അമ്പിയാക്കളിലൂടെയും മുഅ്മിനീങ്ങളായ ആ പിതാക്കന്മാരിലൂടെയും വന്നതായ ആ നൂറ് തങ്ങളെ കാണുന്നത്, അല്ലാഹു കാണുന്നത് സാജിദീങ്ങളിലൂടെയാണ്, അല്ലാഹുവിന് വഴിപ്പെടുന്ന സുജൂദ് ചെയ്യുന്നവരിലൂടെ. അപ്പൊ ഇതും തെളിവാണ്. തഫ്സീർ ദുറുൽ മൻസൂറിലുണ്ട്, മിൻ നബിയ്യിൻ ഇലാ നബിയ്യിൻ ഹത്താ ഉഖ്രിജത നബിയ്യൻ, അങ്ങനെ നബിയായി പുറപ്പെടുവിക്കപ്പെടുന്നവർ നബിയിൽ നിന്ന് മറ്റേ നബിയിലേക്ക് ഇങ്ങനെ. അവിടെ അൽ-മിനഹുൽ മക്കിയിൽ തന്നെ കാണാം, തനഖുൽ നൂരിഹി മിൻ സാജിദിൻ ഇലാ സാജിദ്. എന്താണ് അവിടുത്തെ നൂറ് സാജിദിൽ നിന്ന്, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് മറ്റൊരു സുജൂദ് ചെയ്യുന്ന ആളിലേക്ക് ഇങ്ങനെ നീങ്ങാൻ. വഹീനയിന സമയത്ത് ഫഹാദ സ്വരീഹൻ, വളരെ വ്യക്തമാണ്. ഫി അന്ന അബവൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിനത വ അബ്ദുല്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആമിന ബിവിയും അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആകുന്ന മാതാപിതാക്കൾ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരിൽപ്പെട്ടവരാണ്. അന്നഹുമാ അഖ്റബുൽ മുഖ്താരീന ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം എന്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആ തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ടരായ ആളുകളിൽ ഏറ്റവും അടുത്തവർ ആമിന ബിവിയും അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആണല്ലോ. അതെ, വഹാദാ ഹുവൽ ഹഖ്, ഇതാണ് ഹഖ്. അടുത്ത ആയത്ത് പിടിച്ചോ, നാലാമത്തെ തെളിവ്, പരിശുദ്ധ ഖുർആനിലെ നാലാമത്തെ തെളിവ്. വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറുൻ മിൻ മുശ്രിക്, മുഅ്മിനായ അടിമ മുശ്രിക്കായ അടിമയെക്കാളും ഖൈറാണ്. അപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ, മുഅ്മിനായ അടിമ മുശ്രിക് അടിമയെക്കാളും ഖൈറാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഖൈറാവുക? അപ്പൊ അവിടുത്തെ പരമ്പര തന്നെ അത് ഖൈറല്ലാത്ത പരമ്പര എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ ലോകത്തെ ഏറ്റവും ഖൈറായവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വഹീഹ് ബുഖാരിയിലെ ഹദീസ് ഉണ്ട്, എന്റെ പരമ്പര എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന പരമ്പര മുതൽ അവിടുന്ന് തുടങ്ങിയ ആദം നബി അലൈഹി സ്വലാം മുതൽ തുടങ്ങിയ പരമ്പര ഏറ്റവും ഖൈറായ പരമ്പരയാണെന്ന് പറയുന്നുണ്ട്. ആ ഹദീസ് പിന്നെ വിശദീകരിക്കാം, സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. അപ്പൊ ഹദീസിന്റെ തെളിവുകൾ പറയുമ്പോൾ അവിടെ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെയോ കഴിഞ്ഞിട്ടില്ല, അഞ്ചാമത്തെ തെളിവ് എന്താണ്? പിടിച്ചോ, പരിശുദ്ധ ഖുർആനിലെ അഞ്ചാമത്തെ തെളിവ് സൂറത്തുൽ ദുഹയിലെ അഞ്ചാമത്തെ ആയത്താണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതല്ലാ, വലസൗഫ യുഅതീക റബ്ബുക, തങ്ങളെ റബ്ബ് തങ്ങൾക്ക് പിന്നീട് നൽകും. ഫതല്ലാ, തൃപ്തി വരുമോ നൽകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ നരകത്തിലാവുക എന്നുള്ളത് അത് റസൂലുള്ളാഹിക്ക് തൃപ്തി ഉണ്ടോ? അത് റസൂലുള്ളാഹിക്ക് തൃപ്തി ഉണ്ടാവോ? ഇല്ല. അപ്പൊ തൃപ്തിയില്ലാത്ത സംഗതി ആണത്. അപ്പൊ ഇതും എന്താക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗ്ഗത്തിലാണ് അറിയിക്കുന്നത്. പിന്നെയോ ആറാമത്തെ തെളിവ് പിടിച്ചോ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, അൻഫുസികും എന്നതിന് പകരം അൻഫസികും ബിഫത്ഹിൽ ഫായ്, ഫായിന് ഫത്ഹോട് കൂടെയുള്ള ഖിറാഅത്തുണ്ട്. അങ്ങനെ അൽ ബഹ്റുൽ മുഹീത്ത് തഫ്സീർ 5-ാം വാള്യം 118 പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻഫസികും എന്ന് ഓതിയിട്ടുണ്ട്. അബൂൽ ആലിയ റളിയല്ലാഹു അൻഹു, ദഹ്ഹാഖ് റളിയല്ലാഹു അൻഹു, ഇബ്നു മുഹൈസിൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ പല ആളുകളും പല കാര്യങ്ങൾ പേരൊക്കെ പറയാറുണ്ട്. അവിടുന്ന് ഫായിന് ഫത്ഹോട് കൂടെ, എന്താണ് അതിന്റെ അർത്ഥം? അന അൻഫസുകും നസബൻ വസിഹ്റൻ വഹസബ, അന അൻഫസുകും, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണ് ഞാൻ. നസബൻ, സന്തതിയാലും, വസിഹ്റൻ, കുടുംബ പരമ്പരയാലും, വഹസബൻ, തറവാടിത്തത്തിനാലും. അപ്പൊ തറവാടും കുടുംബ പരമ്പരയും മഹിമയും ആ ഒരു സന്തതിയിലും ഏറ്റവും ഉത്തമൻ ഞാനാണെന്ന് റസൂലുള്ളാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുശ്രിക്കാണെങ്കിൽ, അവിടുത്തെ മാതാപിതാക്കൾ മുശ്രിക്കാണെങ്കിൽ അവിടുന്ന് പറയാൻ പറ്റുമോ ഏറ്റവും നല്ല പരമ്പരയാണെന്ന്, ഏറ്റവും ഉത്തമമായ പരമ്പരയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ 6 വചനങ്ങൾ പറഞ്ഞു.
അങ്ങനെ എത്രയോ തെളിവുകൾ പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട് എന്ന് നമ്മൾ ഹദീസിലേക്ക് കടക്കാം. ഹദീസ് പറയട്ടെ, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനം ഫഖർനൻ ഹത്താ ബുഇസ്തു മിനൽ ഖർനിൽ ലദീ കുന്തു ഫീഹി. എന്നെ ആദം നബി അലൈഹിസ്സലാം ആദം സന്തതികളിൽ ഏറ്റവും ഖൈറായ, ഏറ്റവും ഉത്തമരായ സമുദായത്തിലൂടെ ആണ്, ഏറ്റവും ഉത്തമരായ ആ പരമ്പരയിലൂടെയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നതായി പരമ്പര വരെ നല്ല പരമ്പരയാണ്, ഏറ്റവും ഖൈറായ പരമ്പരയാണെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അടുത്തത് പിടിച്ചോ, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലായിലുൻ നുബുവയിൽ പറയുന്നതായ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഫ്തറഖൻ നാസു ഫിർഖതൈൻ, ജനങ്ങൾ രണ്ട് വിഭാഗമായി വേർപിരിഞ്ഞിട്ടില്ല, ഇല്ലാ ജഅലനില്ലാഹു ഫീ ഖൈരിഹിമാ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരിൽ എന്നെ ആക്കിയിട്ടല്ലാതെ. അപ്പോ അവിടെ ജനങ്ങൾ രണ്ട് വിഭാഗമായി, ആ രണ്ട് വിഭാഗത്തിൽ ഏറ്റവും ഖൈറായ വിഭാഗത്തിലാണ് എന്നെ പെടുത്തിയത്. എന്റെ മാതാപിതാക്കളിലൂടെ ഞാൻ പുറപ്പെടുവിക്കപ്പെട്ടു. ഫലം ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒന്നും എനിക്ക് എത്തിയിട്ടില്ല, ഒന്നും വിഗ്രഹാരാധനമോ ഒന്നും എന്റെ മാതാപിതാക്കളിലൂടെ കടന്നു വന്നിട്ടില്ല. ഞാൻ നിക്കാഹിലൂടെയാണ് പുറപ്പെട്ടത്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഒരു വ്യഭിചാരത്തിലൂടെയും എന്നെ പുറപ്പെടുവിക്കപ്പെട്ടിട്ടില്ല. ഞാൻ എന്റെ വാപ്പയിലേക്കും ഉമ്മയിലേക്കും ചെന്നെത്തുന്നത് വരെ ഒരു വ്യഭിചാരവും ഒന്നുമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും നഫ്സാലും ഞാൻ ഖൈറാണ്, പിതാക്കളാലും ഞാൻ ഖൈറാണെന്ന് ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്തതായി ഹദീസ് പഠിച്ചോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലം യസരില്ലാഹു യൻകുലിനി മിനൽ അസ്ലാബി ത്വയ്യിബതി ഇലൽ അർഹാമി ത്വാഹിറതി മുസഫൻ മുഹദ്ദബൻ ലാ തതശഅബു ശഅബതാനി ഇല്ലാ കുന്തു ഫീ ഖൈരിഹിമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നല്ല പരിശുദ്ധമായ മുതുകുകളിൽ നിന്ന് നല്ല സംശുദ്ധമായ ഗർഭാശയത്തിലേക്ക് അല്ലാഹു തആല എന്നെ നീക്കിക്കൊണ്ടേയിരുന്നു. വളരെ പരിശുദ്ധമായ നിലക്ക്, സംശുദ്ധമായ നിലക്ക്, ശുദ്ധീകരിക്കപ്പെട്ടതായ നിലക്ക് രണ്ട് വിഭാഗമായി തിരിഞ്ഞ് അതിൽ ഏറ്റവും ഖൈറായ വിഭാഗത്തിലാണ് അല്ലാഹു തആല എന്നെ പെടുത്തിയത്. മാത്രമല്ല തങ്ങളുടെ മുന്നിൽ വെച്ച് അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ചല്ലോ. എന്താണ്? وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء وأحسن منك നബിയെ തങ്ങളെക്കാളും ഏറ്റവും ഭംഗിയുള്ള ലം തറഖത്തു ഐനുൻ, ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങേക്കാളും ഏറ്റവും ഭംഗിയുള്ളവർ ഇതുവരെ ഒരു പെണ്ണുങ്ങളും പ്രസവിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങേ പടക്കപ്പെട്ടത്, അങ്ങേ സൃഷ്ടിക്കപ്പെട്ടത് എല്ലാ കുറവുകളിൽ നിന്നും ഐബിൽ നിന്നും മുക്തമായിട്ടാണ്. അങ്ങ് ഉദ്ദേശിക്കും പോലെ അങ്ങേ പടക്കപ്പെട്ടത് പോലെയാണ്. അപ്പൊ എല്ലാ ഐബിൽ നിന്നും, എല്ലാ കുറവിൽ നിന്നും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ മുശ്രിക്കായിരുന്നെങ്കിൽ റസൂൽ അവിടെ പറയുമായിരുന്നില്ല, ആ മൂന്നാമത്തെ വരി അത് മാറ്റണം. ഐബ് എന്നുള്ളത് എനിക്കുണ്ട്, കാരണം എന്റെ മാതാപിതാക്കള്, അപ്പൊ എന്റെ പരമ്പര കുറവുള്ളത്. അപ്പൊ കുഫ്റിനെക്കാളും ശിർക്കിനെക്കാളും കുറവുള്ള ഐബുള്ള വേറൊരു സംഗതി ഇല്ല. അതാണ് ഏറ്റവും വലിയ ഐബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരുത്തിയിട്ടൊന്നുമില്ല, അവിടെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അവര് ഐബുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു എന്ന കാരണം അത് തന്നെ നമുക്ക് തെളിവാണ്. ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ ആളുകളാണ്,
അവർ മുഅ്മിനീങ്ങളാണ്. ആദ്യം ഇയാൾ പറയട്ടെ, ഇയാൾ സ്വഹീഹ് മുസ്ലിമിൽ നടത്തുന്നതായ തിരിമറികൾ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിം തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. നേരത്തെ നമ്മൾ വായിച്ചത് 7-ാം വാല്യമായിരുന്നുവെങ്കിൽ ഇത് 3-ാമത്തെ വാല്യം 67-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് അവിടെയുള്ളത്? അവിടെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇമാം നബവി റഹ്മത്തുള്ളാഹി കൊടുക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണത്. ആ ഹദീസ് കൊടുക്കുന്നത് ഒരു അധ്യായത്തിന്റെ താഴെയാണ്. ഏതാണ് ആ അധ്യായം? നിങ്ങൾക്ക് കാണാം. ബാബു ബയാനി അന്നമൻ മാത അലൽ കുഫ്രി ഫഹുവ ഫിന്നാർ വലാ തനാലുഹു ശഫാഅത്തുൻ വലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ. എന്താണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അവിടെ കൊടുക്കുന്ന അധ്യായം? ബാബു ബയാനി അന്നമൻ മാത അലൽ കുഫ്രി ഫഹുവ ഫിന്നാർ. കുഫറിൽ മരണപ്പെട്ടവർ, അവരെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ബാബ്, അവർ നരകത്തിലാണ്. വലാ തനാലുഹു ശഫാഅത്തുൻ വലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ. അടുത്ത ബന്ധുക്കളുടെ യാതൊരു ഉപകാരവും അവർക്ക് ഉപകരിക്കുന്നതല്ല, അവർക്ക് ഒരു ശുപാർശയും ലഭിക്കുന്നതല്ല എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ബാബ് കൊടുക്കുകയാണ്. അതായത് കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ എത്ര തന്നെ ഉന്നതരാണെങ്കിലും കുഫറിൽ മരണപ്പെട്ടവരാണെങ്കിൽ അവർക്കൊരു ഉപകാരവും കിട്ടൂല എന്ന ബാബ്, ആ ബാബിന് താഴെയാണ് ഹദീസ് കൊടുക്കുന്നത്. എന്താണ് ഹദീസ്? അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് അയ്ന അബി ഖാല ഫിന്നാർ. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ എന്റെ പിതാവ് എവിടെയാണ് നബിയെ, സ്വർഗത്തിലാണോ നരകത്തിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഫിന്നാർ, നരകത്തിലാണ്. ഫലമാ ഖഫ ദആഹു ഫഖാല ഇന്ന അബി വ അബാക ഫിന്നാർ. അങ്ങനെ അയാൾ തിരിഞ്ഞുപോയി, മടങ്ങിപ്പോയി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന അബി വ അബാക ഫിന്നാർ. എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ്, എന്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാണ്. ആര് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്റെ ഉപ്പ എന്നാ പറഞ്ഞത്. എന്റെ ഉപ്പ നരകത്തിലാണ്, നിന്റെ ഉപ്പയും നരകത്തിലാണ്. ഇതെവിടെയുള്ളത്? ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തത്. സ്വഹീഹ് മുസ്ലിമിൽ എന്താണ് ഇദ്ദേഹം പറയുന്നത്? അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് അയ്ന അബി ഖാല ഫിന്നാർ. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഒരാൾ വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വാപ്പ എവിടെയാണ്? അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ഫിന്നാർ, നരകത്തിലാണ്. ഫലമ്മാ ഖഫ ദഅഅഹു, പിന്തിരിഞ്ഞു പോയപ്പോൾ അയാൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫഖാല ഇന്ന അബി വ അബാക ഫിന്നാർ. നിശ്ചയം എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ആ ഹദീസിനെ കുറിച്ച് ഉള്ള വിശകലനം നാം മനസ്സിലാക്കണം. ആ ഹദീസിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. എന്താണ് ഹദീസ്? സുനൻ ഇബ്നു മാജയുടെ ഹാഷിയത്ത് സിന്ദി റഹിമഹുല്ലാഹ് അവിടുത്തെ ഹാഷിയയിൽ പറയുന്നു, 1-ാം വാല്യം 477-ാം പേജ്. അവിടെ അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് വന്നത് ആ റിവായത്തിൽ എന്തുണ്ട്? ഇന്ന അബി വ അബാക ഫിന്നാർ എന്ന് പറഞ്ഞത് ആ റിവായത്ത്. ആ റിവായത്തിലുള്ള റാവിമാരെ പരിശോധിച്ച് നോക്കണം. അതിലുള്ള റാവിമാരെ പരിശോധിച്ച് നോക്കൂ. എന്താണ് ഇതേ സംഭവം? ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം മഅ്മർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവമുണ്ട്. ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് പറയാണ് സുഹൈത്തി വഖദ് ഖാലഫഹു മഅ്മറുൻ അൻ സാബിത്തിൻ. സാബിത്ത് റളിയല്ലാഹു അൻഹു തൊട്ട് റിവായത്ത് ചെയ്തതായ മഅ്മർ, ആ മഅ്മർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ പറഞ്ഞ ഇന്ന അബി വ അബാക ഫിന്നാർ എന്നതിനോട് എതിരായിരിക്കും. ഈ മഅ്മർ റളിയല്ലാഹു അൻഹു ആരാണ്? ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹുക്കാളും കുറച്ച് കൂടുതൽ സിക്കത്തുള്ള ഹദീസിന്റെ വിഷയത്തിൽ കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ ഈ ഹമ്മാദ് എന്ന് പറയുന്നവർ അവർ ഹിഫ്ദ് അനുസരിച്ച് പറയുന്നവരാണ്. അവർ ഹിഫ്ദ് അനുസരിച്ച് ഇങ്ങനെ ഓർത്തെടുത്തുകൊണ്ട് ഇങ്ങനെ വിഷയങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ആ ഒരു സംഭവം ഉദ്ധരിക്കാം. മഅ്മർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ ഇന്ന അബി വ അബാക ഫിന്നാർ എന്നില്ല. അവിടെ മറിച്ചുള്ളത് ഇദാ മറർത ബി ഖബരി കാഫിരിൻ ഫബശ്ശിറുഹു ബിന്നാർ എന്നായിരുന്നു എന്നാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഹദീസുണ്ട്. അവിടെ പറഞ്ഞത് ഇന്ന അബി വ അബാക ഫിന്നാർ, എന്റെ വാപ്പ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയാകുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അല്ല. അറബികൾ അബ് എന്നതിനെ അമ്മിന് ഉപയോഗിക്കാറുണ്ട്, പിതൃവിനെ അബ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതിന് ലുഗത്തൊക്കെ നോക്കണ്ടേ, ലുഗത്തൊക്കെ നോക്കി വന്നോളി. അൽ ഖാമൂസുൽ മുഹീത്ത് 1-ാം വാല്യം 343-ാം പേജിൽ അത് പറയുന്നുണ്ട്. അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിഷയം ഉണ്ടല്ലോ ഖുർആനിൽ. വഇദ് ഖാല ഇബ്രാഹിമു ലഅബീഹി ആസർ,
ആസർ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വാപ്പയല്ല, അമ്മായിരുന്നു. പക്ഷെ അവിടെ ഉപയോഗിച്ചത് അബ് എന്നാണ്. അബ് എന്ന് അമ്മിനെ പറ്റി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വാലിദ് എന്നുള്ളത് സ്വന്തം വാപ്പാനെ പറ്റി ഉപയോഗിക്കാറുണ്ട്. അബ് എന്നുള്ളത് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത് ആസറു കഹാജർ ഇസ്മു അമ്മി ഇബ്രാഹിം. ഇബ്രാഹിം നബിന്റെ അമ്മിന്റെ പേരാണ് ആസർ എന്നുള്ളത്. അമ്മാബു ഫൈനഹു താറഹ്. ഇബ്രാഹിം നബി സ്വലാമിന്റെ വാപ്പയാര താറഹ് എന്ന് പറയുന്ന ആളാണ്. അവർ മുഅ്മിനായിരുന്നു, വിശ്വാസിയായിരുന്നു. അവരിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ് കടന്നു വന്നത്, അല്ലാതെ ആസറിലൂടെയല്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇവിടെ അബു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അമ്മാണ്, പിതൃവ്യനാണ് എന്ന് ഇമാം അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മിനഹുൽ മക്കിയിൽ പറയുന്നതായി കാണാം. ഉസമ്മിൽ അറബു അൽ അമ്മ അബൻ. അറബികൾ അമ്മിനെ അബ് എന്ന് പ്രയോഗിക്കാറുണ്ട്, പറയാറുണ്ട് എന്നാണ്. മാത്രമല്ല മത്താലിഉൻ നൂറിസ് സനിയൽ മുംബിഅൻ നബിയിൽ അറബി എന്ന ഗ്രന്ഥം 4-ാം വാള്യം 337-ാം പേജിൽ അശ്ശൈഖ് അബ്ദുല്ലാഹിൽ ബുസ്നവി റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം നോക്ക്. لا يلزم منه أن تكون أم النبي صلى الله عليه وسلم في النار وكذا الحديث الذي ورد في سؤال شخص عن أبيه. അതുപോലെ തന്നെ ശേഷം ഇയാളുടെ വിഷയം പറയുന്നുണ്ട്, ഉമ്മയുടെ വിഷയം. ഉമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെ വിഷയം നരകത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ നരകത്തിലാണെന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ ഇന്ന അബി അബാക ഫിന്നാർ എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ നരകത്തിലാണെന്ന് അവിടെ നിന്ന് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫഇന്നൽ അറബ തഖൂലു ലിൽ അമ്മി അബൻ കമാ തഖൂലു ലിൽ അമ്മത്തി ഉമ്മ. അറബികൾ അബ് എന്ന് അമ്മിനെ പ്രയോഗിക്കാറുണ്ട്, പിതൃവിനെ പ്രയോഗിക്കാറുണ്ട്. പിതൃ സഹോദരനെ പറ്റി ഉമ്മ എന്ന് പ്രയോഗിക്കും പോലെ അത് ഞാൻ മനസ്സിലാക്കണം. മാത്രമല്ല ഈ ഹദീസ് മൻസൂഖായിട്ടുണ്ട് എന്നാണ് ഫതാവ റംലി 4-ാം വാള്യം 324-ാം പേജിൽ പറയുന്നത്. വഹാദാ നാസിഖുൻ. ഈ ശേഷം വേറെ ഹദീസ് വരാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ ചെയ്തത് ജീവിപ്പിച്ചുകൊണ്ട് അവിടുന്ന് വലിയ സ്ഥാനം കൊടുത്ത സംഭവമുണ്ട്. അവിടുന്ന് വഫാത്തായത് ഫത്രത്തിന്റെ കാലഘട്ടത്താണെന്ന് പറയും. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ വഫാത്തായത് ഫത്രത്തിന്റെ കാലഘട്ടം, നബിമാർ നിയോഗിക്കപ്പെടാത്തതായ ആ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ബിംബാരാധകരല്ലാതെ ഇങ്ങനെ ദീനറിയാതെ വഫാത്തായി പോയവർ, മരിച്ചു പോയവരൊക്കെ ശിക്ഷിക്കപ്പെടൂല എന്നാണ്. ശിക്ഷയില്ലെങ്കിലും അവർ ഈമാനോട് കൂടെ വലിയ സൽക്കർമ്മങ്ങൾ ചെയ്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട് വലിയ വലിയ ആളുകളായി, വലിയ മഹത്തുക്കളായി മരിക്കുന്നതിനേക്കാളും സ്ഥാനം കുറവാണ്. ആ സ്ഥാനം കിട്ടാൻ വേണ്ടി, ആ ഒരു ഉന്നതമായ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് പിന്നെ അല്ലാഹു തആല അവിടുന്ന് ജീവിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എല്ലാം അംഗീകരിച്ച് അവിടുന്ന് വഫാത്തായി പോയത്. അൽ മിനഹുൽ മക്കിയയിൽ തന്നെ കാണാം. ഫൈൻ ഖുൽത, നീ ചോദിച്ചാൽ, ഇദാ ഖറർതും അന്നഹുമാ മിൻ അഹ്ലിൽ ഫത്ര, നിങ്ങൾ സ്ഥിരീകരിച്ചു, നിങ്ങൾ സമ്മതിച്ചു അവരെന്താണ് ഫത്രത്തിന്റെ, അവരെന്താണ് ഫത്രത്തിന്റെ ആളുകളിൽ പെട്ടവരാണെന്ന്. അന്നഹും ലാ യുഅദ്ദബൂൻ, നിശ്ചയം അവരെ ശിക്ഷിക്കപ്പെടൂലല്ലോ. ഫമാ ഫായിദത്തുൽ ഇഹ്യാ, പിന്നെന്തിനാണ് അവർ ജീവിപ്പിച്ചത്? പിന്നെന്തിനാണ് അവർ ജീവിപ്പിച്ചത്, വിശ്വസിച്ചതൊക്കെ പറയുന്നുണ്ടല്ലോ. ഖുൽതു, ഞാൻ പറയുന്നു, ഫായിദത്തുഹു, ആ ജീവിപ്പിച്ചതിന്റെ ഫായിദ, അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്ഹാഫുഹുമാ ബികമാലിൻ ലം യഹ്സുൽ ലി അഹ്ലിൽ ഫത്രതി, ഫത്രത്തിന്റെ ആളുകൾക്ക് കിട്ടാത്തതായ ഒരു കമാൽ, വിശ്വസിച്ച് ഈമാനോട് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഫത്രത്തിനേക്കാൾ പവർ ഈമാനുണ്ടോ? ആ ഫത്രത്തിനേക്കാളും പവർ അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ പെട്ടുകൊണ്ട് അതിലായി വലിയ ഉന്നത സ്ഥാനം കൊടുക്കുക എന്നതാണ് ഉദ്ദേശം. ആ ഉന്നത സ്ഥാനം കൊടുക്കുക എന്നാണ് ഇത്ഹാഫുഹുമാ ബികമാലിൻ, ആ കമാൽ കൊണ്ട്, പൂർണ്ണത കൊണ്ട് അവിടുത്തെ വലിയ സമ്മാനമായി ഇത്ഹാഫ് എന്നാണ് പ്രയോഗിച്ചത്. വലിയൊരു സമ്മാനം, വലിയൊരു ഭാഗ്യം കൊടുക്കാൻ തന്നെയാണ്. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന വിഷയത്തിൽ അവർ മുസ്ലിമീങ്ങളോട് ചേർക്കപ്പെട്ടു എന്നാണ് അവരുടെ അവസാന കാര്യം, അതായിരുന്നു. ഉന്നതമായ ആ വലിയ സ്ഥാനം എന്നുള്ളത് അതിനെ തൊട്ടവർ വിദൂരമായിരുന്നു, അതിനെ തൊട്ടവർ വിദൂരമായിരുന്നു. അവർക്ക് ആ വലിയ സ്ഥാനം കിട്ടുക എന്നത്, ആ വലിയ പരിപൂർണമായ ഷറഫ് എന്ന, ആ കൂടുതൽ ഷറഫ് കിട്ടാൻ വേണ്ടി
അല്ലാഹു തആല അവരെ ജീവിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ നിലക്ക് അല്ലാഹു തആല വലിയ പരിഗണന കൊടുത്തു. അതുപോലെ തന്നെ ഇദ്ദേഹം വേറൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം അതൊന്ന് പറയട്ടെ. എന്താണ് ഹദീസ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്തഅദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഅദൻ ലി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. എന്തിനാണ് ഞാൻ അനുവാദം ചോദിച്ചത്? അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, എൻ്റെ ഉമ്മക്ക് പാപമോചന പ്രാർത്ഥന നടത്താൻ ഞാൻ അനുവാദം ചോദിച്ചു. അല്ലാഹുവേ, ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി, അല്ലാഹുവേ, നിന്നോട് പൊറുക്കലിനെ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി പാപമോചനം തേടട്ടെ. അപ്പോഴെന്താണ് ഉണ്ടായത്? ഫലം യഅദൻ ലി, എനിക്ക് അനുവാദം തന്നില്ല. നബിയെ, നിങ്ങൾ ഉമ്മക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തരുത് എന്നാണ് എൻ്റെ റബ്ബനോട് പറഞ്ഞത്. എന്താണ് ഹദീസ്? ആ ഹദീസ് കാണട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്തഅദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഅദൻ ലി. ഞാൻ എൻ്റെ റബ്ബിനോട് ഞാൻ സമ്മതം ചോദിച്ചു, എൻ്റെ ഉമ്മക്ക് ഞാൻ പൊറുക്കലിനെ ചോദിക്കാൻ. അവിടുന്ന് സമ്മതം എനിക്ക് നൽകിയിട്ടില്ല. വസ്തഅദൻതുഹു അൻ അസൂറ ഖബ്റഹ ഫഅദിന ലി, അവിടുത്തെ ഖബർ സന്ദർശിക്കാൻ ഞാൻ സമ്മതം ചോദിച്ചപ്പോൾ എനിക്ക് സമ്മതം തന്നു. അവരുടെ സമ്മതം തരാത്തതിന് കുഫ്റാണെന്ന് അവിടുന്ന് വ്യാഖ്യാനിക്കൽ എങ്ങനെ? കുഫ്റാണെന്ന് വ്യാഖ്യാനിക്കുന്നതിന് പകരം അയിമത്തുകളൊക്കെ പറഞ്ഞു, സുയ്യിത്ത് ഇമാമൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീങ്ങൾ ആദ്യഘട്ടത്തിൽ കടമുള്ള ആളുടെ മേലിൽ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ലായിരുന്നു. അതുപോലത്തെ വല്ല ബാധ്യതകളും അവിടെ ഉണ്ടായേക്കാമല്ലോ. ഫലഅല്ലഹു കാനത് അലിഹ തബിഅത്തുൻ ഗൈറുൽ കുഫ്രി ഫമനാ മിനൽ ഇസ്തിഗ്ഫാരി ലഹാ ബിസർബിഹാ. അവിടുന്ന് പൊറുക്കലിനെ ചോദിക്കാൻ അവിടെ അല്ലാഹു തആല തടഞ്ഞത് കുഫ്റല്ലാത്ത വേറെ വല്ല ബാധ്യതകളും അവിടെ ഉണ്ടായേക്കാം. ആ ബാധ്യതകൾ കാരണം കൊണ്ടാണ്. അത്രമല്ല, ഇസ്തിഗ്ഫാർ എന്നുള്ളത് കുഫ്ർ ചെയ്താൽ എന്ന് മാത്രമാണ്. കുഫ്ർ ചെയ്തതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ ചോദിച്ചത്, ശിർക്ക് ചെയ്തതുകൊണ്ടാണ്. ശിർക്ക് ചെയ്തതിന് എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചോദിക്കുക? ശിർക്ക് ചെയ്ത് മരിച്ചവർ ഏതായാലും അവർ ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു തആല ശിർക്ക് ചെയ്താൽ അല്ലാഹു തആല പുറത്തു കൊടുക്കൂല, അതല്ലാത്തതൊക്കെ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞ് ഇത് മാത്രമല്ല ധാരാളം ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ പരിശുദ്ധമായ നല്ല പരമ്പരയിലൂടെ വന്നതാണ്. അതിന് ധാരാളം ആയത്തുകൾ നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട്, ഹദീസുകളുണ്ട്, അതുപോലെ തന്നെ ഇജ്മാ ഉണ്ട്. മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണ്, അവർ മുഅ്മിനീങ്ങളാണ്. അവർക്ക് അല്ലാഹു തആല വലിയൊരു സ്ഥാനം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു ഇഹിയ അവരെ ജീവിപ്പിച്ചു എന്ന് പറയാനുള്ളത്. ഇനി ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതായ സംഭവമോ, ആ സംഭവം ഇവിടെ അയാൾ ഉദ്ധരിക്കാം. എന്താണ് ഉദ്ധരിക്കുന്നത്? ഫീഹി അന്നമൻ മാത്താൽ കുഫ്രി എന്ന് പറഞ്ഞു. അത് പറയട്ടെ. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നബവി റഹ്മഹുല്ല അതിന് വിശദീകരണം നൽകുകയാണ്. എന്താണ് ഇമാം നബവി റഹ്മഹുല്ല പറഞ്ഞത്? ഫീഹി അന്നമൻ മാത അലൽ കുഫ്രി ഫഹുവ ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയെ സംബന്ധിച്ച് പറയുന്ന ഹദീസിന്റെ താഴെയാണ് ചർച്ച. അതെ, കുഫ്റിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ നരകത്തിലാണ്. ആരെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്? മുസ്ലിയാരെ നിങ്ങൾ പറയണം. വലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ, അവർക്ക് അടുത്ത ബന്ധുക്കളുടെ ഒരു ഉപകാരവും നാളെ പരലോകത്ത് ലഭിക്കുന്നതല്ല. ഇമാം നബവി പറയാൻ. എന്നിട്ട് പറയാണ് വഫീഹി അന്നമൻ മാത ഫിൽ ഫത്ര അലാ മാ കാനത് അലൈഹിൽ അറബു മിൻ ഇബാദത്തിൽ ഔസാനി ഫഹുവ മിൻ അഹ്ലിൻ നാർ. ഇമാം നബവി വിശദീകരിക്കുന്നു, ഫത്രത്തിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള ആ സമയത്ത്, അതിനാണല്ലോ ഫത്രത്ത് എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു. അയാൾ എങ്ങനെയാണ്? അറബികൾ ആരാധിച്ചിരുന്ന വിഗ്രഹാരാധന നടത്തിക്കൊണ്ടാണ് അയാൾ മരണപ്പെട്ടതെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൻ നാർ, അയാൾ നരകത്തിന്റെ അവകാശിയാണ് എന്ന് ഇമാം നബവി റഹ്മഹുല്ല പറയാൻ. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പല്ലേ, ദഅവത്ത് എത്താത്ത കാലഘട്ടത്തിലല്ലേ, ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടാൽ അവർ സ്വർഗാവകാശികളാകേണ്ടതില്ലേ? കാരണം അവർക്ക് പ്രവാചകന്റെ ദഅവത്ത് എത്തിയിട്ടില്ലല്ലോ, നബി അതിന് ശേഷമല്ലേ വന്നത് എന്ന സംശയങ്ങളൊക്കെ ഉണ്ടാകും. ആ നിലക്കുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഈ മുസ്ലിയാരും ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഇമാം നബവി റഹ്മഹുല്ല മറുപടി പറയുന്നു. ശരിക്കും ശ്രദ്ധിച്ചോ. വലൈസ ഹാദാ മുആഖദതൻ ഖബ്ല ബുലൂഗി ദഅവ, ദഅവത്തെത്തുന്നതിന് മുമ്പുള്ള ശിക്ഷയല്ലേ അത്. ദഅവത്തെത്തുന്നതിന് മുമ്പ്, പ്രവാചകന്റെ ദഅവത്ത് എത്തുന്നതിന് മുമ്പ് അക്കാലഘട്ടത്തിലുള്ള ആളുകളെ അന്യായമായി പിടിച്ച് ശിക്ഷിക്കലല്ല അത്. എന്തേ കാരണം? فإن هؤلاء كانت بلغتهم دعوة إبراهيم وغيره من الأنبياء صلوات الله تعالى وسلامه عليهم. അതെ, അക്കാലഘട്ടത്തിൽ
ഉള്ള ആളുകൾക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദഅവത്തും അതേപോലെ മറ്റുള്ള പ്രവാചകന്മാരുടെ ഏകദൈവാരാധനയുടെ ദഅവത്ത് അവർക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ദഅവത്ത് അവർ സ്വീകരിക്കാതെ വീണ്ടും വിഗ്രഹാരാധനയിൽ കഴിഞ്ഞുകൂടിയത് കൊണ്ട് തന്നെ അവർ ശിക്ഷയ്ക്ക് അർഹരാണ്. അവരെ അന്യായമായി ശിക്ഷിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ നിലക്ക് കുഫ്റിൽ മരണപ്പെട്ടവർ, അതേപോലെ ഫത്രത്തിൽ കുഫ്റിൽ മരണപ്പെട്ടവർ അവർ നരകാവകാശികളാണ് എന്ന് ഈ ഹദീസിന്റെ താഴെ ഇമാം നവവി റഹ്മത്തുള്ളാ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാം. ഇതിലെന്താണുള്ളത്? ഇതിനെപ്പറ്റി അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു മിനഹുൽ മക്കിയിൽ പറഞ്ഞത് ആ സംഭവം ബഈദുൻ ജിദ്ദ, ഇന്നഹു ബഈദുൻ ജിദ്ദ, അത് വളരെ വിദൂരമായ ഒരു സംഭവമാണ് ആ സംഭവം പറഞ്ഞത്. ഇനി വഖദ് യുഅബ്ബലു കലാമുഹു ബിഹംലിഹി അലാ ഉബ്ബാദിൽ ഔസാനിൽ ലദീന വറദ ഫീഹിം അന്നഹും ഫിന്നാർ. അൽ മിനഹുൽ മക്കിയ 103. എന്താണ് ആ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കലാമിനെ വ്യാഖ്യാനിക്കപ്പെടണം. എന്തിനെ മേൽ വ്യാഖ്യാനിക്കപ്പെടണം? നരകത്തിന്റെ ആളുകളാണ് എന്ന് വാലിദായി വന്നവരുണ്ടല്ലോ, ബിംബാരാധകരായ ആളുകൾ, അവരുടെ മേലിൽ ഇതിനെ ചുമത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടണം എന്നാണ് അവിടെ നിന്ന് അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പിന്നെയും ഞാൻ മനസ്സിലാക്കണം, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിനെ പറ്റി എവിടെയാണ് അതിൽ പറഞ്ഞത്? എന്റെ പിതാവ് എന്ന് പറഞ്ഞ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിനെ പറ്റി അവിടെ നിന്ന് ഇമാം എവിടെയാണ് പറഞ്ഞത്? നാം ശ്രദ്ധിക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിനെ പറ്റി എവിടെയാണ് നരകത്തിലാണെന്ന് പറഞ്ഞത്? അതിൽ പറഞ്ഞത് കുഫ്രിൽ മരിച്ചവർക്ക് നരകത്തിലാണെന്ന് ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞതല്ലേ. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ ശിർക്ക് ചെയ്തവരായ ബിംബാരാധകരായോ ഒരു തെളിവും സ്ഥിരപ്പെട്ടിട്ടില്ല. അവിടെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തഅലീം വൽ മിന്നഹ് ഫി അന്ന ഹുവ റസൂൽ ഫിൽ ജന്ന എന്ന കിതാബ് 46 പേജ് പറയുന്നുണ്ട്. ബൽ യംബഗി അൻ യുഫഹമ അന്നഹു അറാദ അൽ ഹുക്മ അലാ അബിസ്സാഇലി. അത് ചോദിച്ചാൽ, ആ ചോദിച്ചു വന്നാലുണ്ടല്ലോ, അയാളുടെ വാപ്പയുടെ മേലുള്ള ഹുക്കുമാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണം. വകലാമുഹു സാകിത്തൻ അലൽ ഹുക്മുൽ അലൽ അബിശ്ശരീഫി. അവിടുത്തെ വാപ്പയുടെ മേലുള്ള ഹുക്കുമിനെ തൊട്ട് അവിടെ ഉണ്ടാതിരുന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതിനെ തൊട്ട് അവിടെ സുക്കൂത്തായി. ഫതാവ റംലി ഇമാം അവിടുത്തെ ഫത്താവയിൽ പറഞ്ഞ സംഭവം ചിലപ്പോൾ ഉദ്ധരിക്കും. അബൂഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന മിനൽ മുശ്രിക്കീന. മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളായിരുന്നു. മുശ്രിക് അബു എന്ന് പറഞ്ഞാൽ അമ്മനും പ്രയോഗിക്കാറുണ്ടല്ലോ. ആ അമ്മാണ് അവിടെ ഉദ്ദേശം. അമ്മ മുശ്രിക്കീങ്ങളിൽ പെട്ടവരായിരുന്നു. അതുപോലെ തന്നെ ഒരു സംഭവം പറഞ്ഞാൽ നിർത്താം. അൽ കൗകബുൽ അൻവർ അലാ അഖദിൽ ജൗഹർ 113 പേജിൽ തന്നെ പറയുന്നു, ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്നഹു ലം യസ്ബുത്, നിശ്ചയം കാര്യം, ലം യസ്ബുത്, സ്ഥിരപ്പെട്ടിട്ടില്ല, ലാ മിനൽ കിതാബി വലാ മിനസ് സുന്നത്തി വലാ മിനൽ ഇജ്മാഇ വലാ മിനൽ ഖിയാസി. പരിശുദ്ധ ഖുർആനിലൂടെയോ തിരുസുന്നത്തിലൂടെയോ പണ്ഡിതന്മാരുടെ ഏകോപനത്തിലൂടെയോ ഖിയാസിലൂടെയോ സ്ഥിരപ്പെട്ടിട്ടില്ല ദലീലുൻ, ഒരു തെളിവും സ്ഥിരപ്പെട്ടിട്ടില്ല, ഒരു പ്രമാണവും സ്ഥിരപ്പെട്ടിട്ടില്ല. അല അന്നൽ അബവൈനി ശരീഫൈനി ഫിന്നാർ. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉന്നതന്മാരായ മഹത്തുക്കളായ ആ മാതാപിതാക്കൾ നരകത്തിലാണ് എന്ന്. വലം യദ്കുറു ദാലിക അഹദും മിനൽ അയിമ്മത്തിൽ മുജ്തഹിദീന മത്ബൂഈന മിനൽ അർബഅത്തി. 4 മദ്ഹബുകളിൽ നിന്ന് പിൻപറ്റപ്പെടുന്ന തുടരപ്പെടേണ്ടതായ മുജ്തഹിദീങ്ങളായ അയിമ്മത്തുകളിൽ നിന്നുള്ള ഒരാളും പറഞ്ഞിട്ടില്ല. വലാ മിൻ ഗൈരി, അവരല്ലാത്തവരിൽ നിന്നുള്ള അയിമ്മത്തുകൾ ഒരാളും പറഞ്ഞിട്ടില്ല. വലൈസ ഹാദാ മിനൽ മസാഇൽ അല്ലതി തതഅല്ലഖു ബിൽ ഇഅ്തിഖാദിൽ വാജിബി ഫി ശർഇ. ഇത് ശർഇൽ നിർബന്ധമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട മസ്അലകളിൽ പെട്ടതല്ല. ബൽ എങ്കിലും അല്ലദി യജിബു ഇഅ്തിമാദുഹു വഇഅ്തിഖാദുഹു, അതിനെ അവലംബിക്കലും വിശ്വസിക്കലും നിർബന്ധമാണ്. വഹാദല്ലദി തബതത് ബിഹിൽ അദില്ലതു വനദീനുല്ലാഹി തആല വനൽഖാഹു ബിഹി അന്ന വാലിദൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്ലി തൗഹീദ് വഅന്നഹുമാ നാജിയാനി ഗൈറു മുഅദ്ദബീന വഅന്നഹുമാ ഖിയാറു അഹ്ലിൽ ജന്നാ. ഇത് സ്ഥിരപ്പെട്ട സംഭവമാണ്. തെളിവുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ തൗഹീദിന്റെ ആളുകളായിരുന്നു. അവർ രക്ഷപ്പെട്ടവരാണ്, അവർ ശിക്ഷിക്കപ്പെട്ടവരല്ല. അവർ സ്വർഗത്തിന്റെ ആളുകളാണ്. സ്വർഗത്തിന്റെ ആളുകളിൽ ഏറ്റവും ഖൈറാണ് എന്ന് തന്നെയാണ് അൽ കൗകബുൽ അൻവർ.